നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. നമ്മൾ ബാംഗ്ലൂർ ടിപ്പു സുൽത്താൻ പാലസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാംഗ്ലൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു 3.5 കിലോമീറ്റർ വരുവാണെങ്കിൽ നമുക്ക് ഈ പാലസിലെത്താം. റോഡ് സൈഡിൽ തന്നെയാണ്. ഇതിനകത്ത് ഒരുപാട് കാഴ്ചകളൊന്നും നമുക്ക് കാണാനില്ല. ഒരു ചെറിയൊരു പാലസാണ്. പക്ഷെ ബാംഗ്ലൂരിൽ വരുമ്പം തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പാലസ് തന്നെയാണത്. അപ്പം ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ടിപ്പു സുൽത്താന്റെ ഫാദറായിരുന്ന നവാബ് ഹൈദർ അലി ഖാൻ 1781 ശ്രീ വെങ്കട്ടരമണ ടെമ്പിളിന് അടുത്തായിട്ടാണ് ഈ ഒരു പാലസിന്റെ പണി തുടങ്ങിയത്. പക്ഷെ 1791 അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താനാണ് പാലസിന്റെ പണി കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു 1 സ്റ്റോറിഡ് ബിൽഡിംഗ് ആണെന്ന് തോന്നും. ആക്ച്വലി ഇതൊരു 2 നിലയുള്ള ബിൽഡിംഗ് ആണ്. ഒരുപാട് തടികളൊക്കെ കൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഭയങ്കര മനോഹരമായ ഒരു പാലസ് ആണ്. നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ അകത്ത് കയറിയിട്ട് നോക്കാം. ഇപ്പം നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. പാലസിലേക്കുള്ള എൻട്രി ടിക്കറ്റ് 20 രൂപയാണ്. മെയിൻ ഗേറ്റിൽ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഈ പാലസ് ബാംഗ്ലൂർ ടൗണിൽ റോഡ് സൈഡിലായിട്ട് തന്നെയാണ്. പക്ഷേ ഇത്രയും തിരക്കുള്ളൊരു നഗരമായിട്ട് കൂടി ഈ ഒരു പാലസിൻ്റെ അകത്തേക്ക് തിരക്കൊന്നും തന്നെ ഇല്ല. ഭയങ്കര ആള് കുറവാണ്. നമ്മൾ മൈസൂർ പാലസിലൊക്കെ പോകുമ്പോൾ കാണുന്ന അത്ര ഭയങ്കര ഒരു ക്രൗഡ് ഇവിടെ ഇല്ല. പാലസിന്റെ താഴത്തെ നിലയിലായിട്ട് ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ളത് ടിപ്പു സുൽത്താന്റെ ഭരണകാലത്തുള്ള അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സും പിന്നെ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ, അദ്ദേഹത്തിന്റെ ക്ലോത്ത്സും പിന്നെ കിരീടവും ഒക്കെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അകത്തേക്ക് ക്യാമറ കടത്തി വിടത്തില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു മുറിയുടെ മുകളിലായിട്ട് ഈ കൊട്ടാരത്തിന്റെ പണി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നാണ് കംപ്ലീറ്റ് ചെയ്തത്, ആരാണ് പണി കഴിപ്പിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ മാർബിളിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ അടുത്തായിട്ട് തന്നെ മുകളിലേക്ക് കയറിപ്പോകാനായിട്ട് സ്റ്റെയർ ഉണ്ട്. ഈ പാലസ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിലാണ്. നമ്മളിപ്പോൾ മുകളിലേക്ക് കയറി വന്ന സ്റ്റെയർ കേസ് പോലെ ഈ പാലസിന് 4 ഭാഗത്തായിട്ട് 4 സ്റ്റെയർ കേസുകളുണ്ട്. ആ 4 സ്റ്റെയർ കേസുകളും കയറി വരുന്നത് 4 ഒരേപോലെ ഇരിക്കുന്ന മുറികളിലേക്കാണ്. ആ മുറികളെ പറയപ്പെടുന്നത് ജനാന ക്വാർട്ടേഴ്സ് എന്നാണ്. ആ മുറികളിലൂടെ വരുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്താണ്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് സുൽത്താൻ ദർബാർ നടത്തിയിരുന്നത്. അപ്പൊ താഴെ ഓഡിയൻസ് ഉണ്ടാവും, മുകളിൽ സുൽത്താൻ ഇരിക്കും. നമ്മൾ ഈ കാണുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം പണി കഴിപ്പിച്ചിരിക്കുന്നത് തേക്കിൻ തടിയിലാണ്. തേക്കിൻ തടിയിൽ 2 ഡിഫറെന്റ് ഷെയ്ഡിലുള്ള കളറുകൾ വെച്ചിട്ട് പെയിന്റ് ചെയ്തിട്ട് അതിന്റെ മേലേക്ക് പോളിഷ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ഭംഗിയാണ് ഈ സ്ട്രക്ചർ കാണാനായിട്ട്. ഈ സ്ട്രക്ചർ വലിയ വുഡൻ ബീമുകൾ വെച്ചിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. താജ്മഹലിന്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും നമുക്ക് ഒരേപോലെ തോന്നുന്നത് പോലെ ഈ പാലസിനും ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ 2 ഭാഗത്ത് നോക്കിയാലും, ഫ്രണ്ട് സൈഡിൽ നോക്കിയാലും ബാക്ക് സൈഡിൽ നോക്കിയാലും നമുക്ക് ഒരേപോലെ തന്നെ തോന്നും. ഏത് ഭാഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരേപോലത്തെ സ്റ്റെയറുകളും ഒരേപോലത്തെ മുറികളും അത് വന്ന് ഇറങ്ങുന്നത് ഈ ഒരു നടുത്തളത്തിലേക്കുമാണ്. ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ഒരു വട്ടം കണ്ടിരിക്കാനുള്ള കാഴ്ചകൾ ഈ കൊട്ടാരത്തിലുണ്ട്. ചരിത്രവും കൊട്ടാരങ്ങളും ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ടിപ്പു സുൽത്താൻ പാലസ്. വരുന്നതിന് മുമ്പ് ഇതിന്റെ ചരിത്രവും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഈ കൊട്ടാരത്തിലെ കാഴ്ചകൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. പാലസിലേക്ക് കയറി വരുമ്പോഴും പാലസിന്റെ ബാക്ക് സൈഡിലായിട്ടും 2 ചെറിയ പൂന്തോട്ടങ്ങളുണ്ട്. മൈസൂർ ടിപ്പു സുൽത്താൻ സമ്മർ പാലസിലൊക്കെ കാണുന്ന പോലെ തന്നെ ചെറിയ പൂന്തോട്ടങ്ങൾ, ചെറിയ രീതിയിൽ ലോണൊക്കെ വെച്ച് പിടിപ്പിച്ച് കുറച്ച് ചെടികളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങൾ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പാലസ് ഇപ്പം നോക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ഇതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അവരാണ്. ഇത്രയും വർഷക്കാലത്തോളം ഈ പാലസും പൂന്തോട്ടവും ഒക്കെ ഇതുപോലെ തന്നെ നിൽക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അപ്പം അതിൻ്റെതായ ഒരു ക്രെഡിറ്റ് നമ്മൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. അപ്പോൾ രാവിലെ ഒരു 9:30 കൂടി വരികയാണെങ്കിൽ നമുക്ക് അധികം തിരക്കൊന്നും ഇല്ലാതെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും. ബാംഗ്ലൂരിലെ മറ്റുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ രാവിലെ ഓപ്പൺ ചെയ്യുന്നത് ഒരു 9:30-10 മണിയോട് കൂടിയിട്ടാണ്. അപ്പോഴേക്ക് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കാഴ്ചകളിലേക്ക് പോകാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാംഗ്ലൂർ പാലസിന്റെ കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാംഗ്ലൂരിലെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഇനി നമുക്ക് ഒരുപാട് ബാംഗ്ലൂരിലെ കാഴ്ചകൾ വരാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.